ബാലി യാത്രയുടെ രണ്ടാം ദിവസം ഉലുവാട്ടു ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നാം പുറപ്പെട്ടിരിക്കുന്നത്. രാവിലെ തന്നെ താനാലോട്ട് ടെമ്പിൾ കാണുകയും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആവോളം ആസ്വദിക്കുകയും ചെയ്തതിന് ശേഷം ഉച്ചഭക്ഷണവും കഴിച്ച് അവിടെ നിന്നും ഉലുവാട്ടു ക്ലിഫ് ടെമ്പിൾ കാണാനായിട്ടാണ് സഹയാത്രികർക്കൊപ്പം ബസ്സിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. താനാലോട്ട് ടെമ്പിളിൽ നിന്നും കുറേയേറെ ദൂരം ബസ്സിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഉലുവാട്ടു ക്ലിഫ് ടെമ്പിൾ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ബാലി എന്ന കൊച്ചു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ടെമ്പിളുമാണ് ഉലുവാട്ടു ക്ലിഫ് ടെമ്പിൾ. പുരു ലുഹൂർ ഉലുവാട്ടു എന്നാണിത് ബാലി ഭാഷയിൽ അറിയപ്പെടുന്നത്. ഇതൊരു ഹിന്ദു ദേവാലയമാണ്. എന്നാൽ ഇതിൽ യാതൊരു ദേവതാമൂർത്തിയും ഇല്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയും. അങ്ങനെ വളരെ മനോഹരമായ ഒരു ദേവാലയവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായ ഈ ഉലുവാട്ടു ടെമ്പിളിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നാം ഇപ്പോൾ ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തനി നാടൻ ഗ്രാമ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ചെറിയ റോഡും റോഡരികിൽ ധാരാളം കടകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കാര്യമായ വർണ്ണപ്പകിട്ടൊന്നും ഇല്ലാത്ത കൊച്ചു കൊച്ചു കടകളും ആ കടകളിൽ ദൈനംദിന ആവശ്യങ്ങൾക്കായി നിറച്ചു വച്ചിരിക്കുന്ന കുറേയേറെ സാധനങ്ങളും. ഇന്തോനേഷ്യ ഒരു അഗ്നിപർവ്വത സ്ഫോടന കേന്ദ്രമായതുകൊണ്ട് തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ലാവയും ചാരവും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളും. കറുത്ത നിറത്തിലുള്ള വളരെ സമ്പന്നമായ മണ്ണാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കുറേയേറെ ദൂരം ബസ്സിൽ സഞ്ചരിച്ച് ഇപ്പോൾ നാം വിശാലമായ ഒരു പാർക്കിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് ബസ്സുകളും വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ പാർക്കിംഗ് ബാഹുല്യം തന്നെ എത്രയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ഉലുവാട്ടു ടെമ്പിൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം, ഇല്ലെങ്കിൽ ഈ ഹിന്ദു ദേവാലയം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സമുദ്രത്തിൻ്റെ ക്ലിഫിൽ ഏതാണ്ട് 70 മീറ്റർ ഉയരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ദേവാലയമാണ് ഉലുവാട്ടു ക്ലിഫ് ടെമ്പിൾ എന്ന പേരിൽ ഇവിടെ പ്രസിദ്ധമായിരിക്കുന്നത്. ഏതാണ്ട് 236 അടി ഉയരത്തിലുള്ള ഈ ടെമ്പിൾ സമുദ്രത്തോട് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. ഇവിടെ നിന്നും ഉള്ള പ്രകൃതിയുടെ കാഴ്ച വളരെയേറെ മനോഹരമാണ്. അങ്ങനെ പാർക്കിങ്ങിൽ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം സഹയാത്രികർക്കൊപ്പം ഞാനും ഈ ഉലുവാട്ടു ടെമ്പിൾ എന്ന മഹാവിസ്മയം കാണാനായി യാത്ര പുറപ്പെടുകയാണ്. സഹയാത്രികരെല്ലാവരും ദീർഘനേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം അല്പം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഈ ഉലുവാട്ടു ടെമ്പിൾ എന്ന മഹാവിസ്മയം കാണാൻ വേണ്ടി അത്യുത്സാഹത്തോടെ നടക്കുകയാണ്. നടന്ന് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ പാർക്കിങ്ങിൽ നമുക്കായി വളരെ മനോഹരമായി കല്ല് വിരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന നടപ്പാതകളാണ് കാണാൻ സാധിക്കുക. നടപ്പാതകൾക്ക് ഇരുവശവും ധാരാളം സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു നല്ലൊരു ഉദ്യാനത്തിന് നടുവിലാണ് ഈ ഉലുവാട്ടു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നാം നടന്നു നീങ്ങുമ്പോൾ തന്നെ അലയടിക്കുന്ന സമുദ്രത്തിൻ്റെ ശബ്ദമാണ് എങ്ങും നമുക്ക് കേൾക്കാൻ സാധിക്കുക. അത്രയേറെ ശക്തിയായി അലയടിക്കുന്ന സമുദ്രതീരത്താണ് ഈ ഹിന്ദു ദേവാലയം നിർമ്മിക്കപ്പെട്ടതും സ്ഥിതി ചെയ്യുന്നതും. നാം എത്തുമ്പോഴേക്കും ധാരാളം യാത്രികരെ കൊണ്ട് ഈ ടെമ്പിൾ കോംപ്ലക്സ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. തദ്ദേശീയരും വിദേശീയരും ഇന്ത്യക്കാരുമായ ധാരാളം യാത്രികർ. വിദേശ യാത്രികരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എത്തുന്നത്. കാരണം ഈ സീസണിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ തണുപ്പ് കാലം ആയതുകൊണ്ട് അവർ ബാലി പോലെയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്
തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന പതിവുണ്ട്. അങ്ങനെ ഇവിടെ നിന്നും നാം ദൂരത്തേക്ക് നോക്കുമ്പോൾ ഈ ക്ലിഫ് ടെമ്പിളിൻ്റെ എല്ലാ ഭാഗത്തും ധാരാളം യാത്രികരെ കൊണ്ട് നിറഞ്ഞ് കവിയുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അനധിദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ലിഫ് ടെമ്പിൾ ധാരാളം യാത്രികരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. എങ്ങും ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന ധാരാളം പ്രവാസികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ നാം നടന്ന് ഈ ഉലുവാട്ടൂർ ടെമ്പിളിൻ്റെ സൈഡിൽ കൂടി മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ വളരെ വിചിത്രമായ ഒരു ജീവിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഒരു കുരങ്ങനാണ്. ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ടെന്നും ആ കുരങ്ങന്മാരെ ശരിയായി ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, നമ്മുടെ കണ്ണാടി, ക്യാപ്പ്, നമ്മുടെ ബാഗ്, പേഴ്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാൻ കേൾപ്പുള്ളവരും കഴിവുള്ളവരുമാണ് ഇവിടുത്തെ കുരങ്ങന്മാർ എന്ന് നമ്മുടെ ടൂർ ഗൈഡ് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നാം വളരെ കരുതലോടെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ബാഗിൽ നിറച്ച് കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ നിന്നും ഒരു മുൻകരുതൽ എടുത്ത് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഒരു ഉഗ്രരൂപിയായ കുരങ്ങനെ കാണാനിടയായി. വീരപ്പൻ്റെ മീശ മാതിരി അത്രയേറെ ഗൗരവമുള്ള കട്ടിയുള്ള മീശയുള്ള കുരങ്ങനാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അവർ എല്ലായിടത്തും കറങ്ങി നടക്കുകയും ആൾക്കാരെ നിരീക്ഷിക്കുകയും അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ കയ്യിലിരിക്കുന്ന മൊബൈലായാലും തൊപ്പിയായാലും ബാഗായാലും കണ്ണടയായാലും റാഞ്ചിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നീട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു സാഹസികമായ കാര്യമാണ്. ഈ കുരങ്ങന്മാർക്ക് എന്തെങ്കിലും കുടിക്കാനോ തിന്നാനോ കൊടുത്താൽ മാത്രമേ അവ നമ്മിൽ നിന്നും റാഞ്ചിയെടുത്ത വസ്തുക്കൾ തിരികെ താഴേക്ക് ഇടുകയുള്ളൂ. അപ്പോഴും അവ പൊട്ടാനും തകർക്കപ്പെടാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ നാം ഈ കുരങ്ങന്മാരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ സഹയാത്രികരിൽ ഒരാളുടെ കണ്ണടയുമായി ഒരു കുരങ്ങൻ കടന്നു കളഞ്ഞു. പിന്നെ കുറേയേറെ സമയത്തെ പരിശ്രമത്തിന് ശേഷമാണ് ആ കണ്ണട ആ സഹയാത്രികൾ ഒരാൾക്ക് തിരിച്ചു കിട്ടാൻ ഇടയായത്. അതുപോലെ തന്നെ മറ്റ് സഹയാത്രികരുടെ തൊപ്പിയും പേഴ്സും ഒക്കെ എടുത്ത് കടന്നു കളയുന്ന ധാരാളം കുരങ്ങന്മാരെയും നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇങ്ങനെ ഇവിടെയുള്ള ഈ മനോഹരമായ ദേവാലയ നിർമ്മിതിയും ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളുടെ അത്ഭുതകരമായ വിന്യാസവും അതിൻ്റെ ഘടനയും ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിചിത്രമായ രീതിയും ഈ ഓരോ സ്റ്റെപ്പിലും നിന്ന് ധാരാളം ഫോട്ടോകൾ എടുത്ത് ഈ സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ മനസ്സ് നിറയെ ആസ്വദിക്കുന്ന ധാരാളം യാത്രികരെയാണ് നമുക്ക് ഈ ഉലുവാട്ടൂർ ക്ലിഫ് ടെമ്പിളിലും അതിൻ്റെ പരിസരത്തുമായി കാണാൻ സാധിക്കുക. എങ്ങും തിങ്ങി നിറഞ്ഞിരിക്കുന്ന പൂക്കളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ധാരാളമായി ക്യാമറയിൽ പകർത്തിയും ഇവിടുത്തെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവച്ചും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയും ഒക്കെ സഹയാത്രികർക്കൊപ്പം ഞാനും മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടുത്തെ മറ്റൊരു മഹാത്ഭുതം കാണാൻ. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ രാമായണ ഡാൻസ് പ്രോഗ്രാമാണ്. ഇവിടെ ഈ രാമായണ ഡാൻസ് പ്രോഗ്രാം കെച്ചുക് എന്ന പേരിലാണ് അറിയപ്പെടുക. കെച്ചുക് ഡാൻസും ഫയർ ഡാൻസോടും കൂടിയ 1 മണിക്കൂറത്തെ പ്രോഗ്രാമാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരു അപൂർവ കാഴ്ച. രാമായണത്തെ ആസ്പദമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു തനത് ബാലിനീസ് കലാരൂപമാണ് ഈ കുച്ചുക് ഡാൻസ് എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നീങ്ങുകയാണ് സഹയാത്രികർക്കൊപ്പം ഞാനും.